ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു വട കേട്ടോ. അപ്പോൾ സാധാരണ പരിപ്പ് വട പോലെയൊക്കെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് പുറമേയുള്ള ആ വൈറ്റ് തോലൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് ബ്രൗൺ കളർ തോല് അവിടെ തന്നെ വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിലിട്ട് 2 വിസിൽ അടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെ ചക്കക്കുരു പെട്ടെന്ന് വേവുന്നതും വേവാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേവിനനുസരിച്ച് നിങ്ങൾ നോക്കുക കേട്ടോ. അധികം വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം മുങ്ങിക്കിടക്കാണ്ട് കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നമ്മൾ ചെറിയ പീസാക്കി 4 കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് വെന്തതിന് ശേഷം ആ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളയുക. ഇല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അത് നമ്മൾ ചക്കക്കുരു അങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ അരിഞ്ഞോട്ടെ. അത് പേസ്റ്റായി പോകണ്ട. നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റായി പോകട്ടോ. അപ്പോൾ അധികം വേവിക്കാതെ നോക്കുക. അപ്പോൾ നമ്മളിതാ ചക്കക്കുരു അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പ് വടയിലൊക്കെ ഇടുമ്പോൾ തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. ഒരു ചെറിയ സവാളയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ചക്കക്കുരു എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിൻ്റെ പീസ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളകും കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് റവ ആണ് കേട്ടോ. ഇതൊരു 5 സ്പൂണ് റവ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. റവ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവുക. അപ്പോൾ നമ്മളിതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. അപ്പോൾ ഇതാ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വടേൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ ഷേപ്പിനെല്ലാം വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. നടുക്കൊരു തുളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. നമ്മളിപ്പോൾ തുളയൊന്നും ഇടുന്നില്ല. സാധാരണ അങ്ങനെ പരിപ്പ് വട പോലെ അങ്ങനെ പരത്തിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഒന്ന് നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ വടകളൊക്കെ പരത്തി നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ചക്കക്കുരു ഒക്കെ വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടുന്നതാണ്. നല്ല ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയും ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ വട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ.